ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീം കോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്. മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ US ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. UN ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസ് PS നരസിംഹ, AS ചന്ദ്രുക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ.
ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle. സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. NDA നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന, വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കുചേർന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സമ്മതിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് D മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് B മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീം കോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.